എൻ്റെ പേര് സിന്ധു ഉദയ് എന്നാണ്. ഞാൻ മെഡിക്കൽ കോളേജിനടുത്ത് കൂൾ കിഡ്സ് എന്ന ഒരു കിൻഡർ ഗാർഡൻ നടത്തുകയാണ്. ഏകദേശം 10 വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട്. ഏകദേശം 80 കുട്ടികളോളം 10 സ്റ്റാഫിന് അടുപ്പിച്ചുമുണ്ട്. ഞാൻ മുമ്പ് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. ഒന്നല്ല, ഞാൻ 2-3 സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കുഞ്ഞു കുട്ടികളുമായിട്ട് നിൽക്കുന്നതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം എന്നതുകൊണ്ടാണ് ഇതെൻ്റെ മനസ്സിനുള്ളിൽ മുമ്പേ കിടപ്പുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഉചിതമായിട്ടുള്ള ഒരു പ്ലേസ് കിട്ടുകയും ഉടനെ തന്നെ ഞാൻ സ്കൂൾ റിസൈൻ ചെയ്ത് എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി ഹസ്ബൻഡ് അതിന് കൂടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാനിത് തുടങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം 10 വർഷം അടുപ്പിച്ചാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 10 വർഷം മുന്നേയൊക്കെ കിൻഡർ ഗാർഡൻ ഇത്രത്തോളം ഒത്തിരി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ 1 കിലോമീറ്ററിനകത്ത് തന്നെ 1ഉം 2ഉം സ്ഥാപനങ്ങളുള്ള സമയമാണ്. പിന്നെ അതുപോലെ വലിയ വലിയ ടീമിൻ്റെയൊക്കെ കിൻഡർ ഗാർഡൻസ് ഉള്ള സമയത്താണ് നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ടൊരെണ്ണം തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. കാരണം നമുക്ക് വീട്ടുകാരുടെ മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ നമുക്കൊരു ബിൽഡിംഗ് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ഥിരം വരുമാനം ഉണ്ടായിരുന്ന ഒരു ജോലി മതിയാക്കി തുടങ്ങുന്നതിനോട് ഫ്രണ്ട്സിനൊക്കെ എതിർപ്പായിരുന്നു. അവരൊക്കെ ചോദിച്ചു വേണോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് എനിക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. നിൻ്റെ ഇഷ്ടം എന്നുള്ളത് തന്നെ നിന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അങ്ങനെ വരണമെന്നില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ ഇതുവരെ പോയി. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ തന്നെയാണ്. ഞാൻ തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയും 5 പേര് അന്ന് തൊട്ട് ഇന്ന് വരെയും എൻ്റെ കൂടെയുണ്ട്. ഇപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെയാണ് കരുതുന്നത്. തുടങ്ങുന്ന സമയത്ത് കുട്ടികൾ പുതിയതായിട്ട് വന്ന സ്ഥാപനമാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പയ്യെ നമ്മളതിനെല്ലാം തരണം ചെയ്തു. പിന്നെ സ്റ്റാഫിനെ എടുക്കുന്ന കാര്യത്തിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അവർക്ക് കുട്ടികളോടുള്ള സ്നേഹവും അവരോടുള്ള പെരുമാറ്റവും തന്നെയായിരുന്നു. വിദ്യാഭ്യാസം വേണ്ടാന്നല്ല, വിദ്യാഭ്യാസം വേണം. അതിനോടൊപ്പം കുട്ടികളോട് കരുണയും സ്നേഹത്തോടും കൂടി പെരുമാറാൻ കഴിയുന്നവരായിരിക്കണം എൻ്റെ കൂടെയുള്ളവർ എന്ന് ഞാൻ വളരെയധികം നിഷ്കർഷിക്കുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ അതിൽ എനിക്ക് ഇന്ന് വരെയും ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ സ്റ്റാഫിനെ കരുതിയിട്ട് ഒരു ബുദ്ധിമുട്ടും അവരാരും ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് ഏറ്റവും അഭിമാനം തരുന്ന കാര്യം തന്നെയാണ്. നമുക്കിവിടെ ഡേ കെയർ മുതലുണ്ട്. അതായത് 9 മാസം മുതലുള്ള കുട്ടികളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ആദ്യം മുതൽ തന്നെ മറ്റു കുട്ടികളെ കണ്ടാണ് ശരിക്കും പഠിക്കുന്നത്. വീട്ടിലുള്ള പെരുമാറ്റം കൂടാതെ ഇവിടെ വന്ന് മറ്റവരുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുന്നത് അതെല്ലാം അവർ കണ്ടുപഠിക്കും. കൂടാതെ നമ്മളെല്ലാം അവരെ കുഞ്ഞു കാര്യങ്ങൾ, അവരുടെ ബാഗ് എടുത്ത് വെക്കാൻ, അവരുടെ ചെരുപ്പ് എടുത്ത് വെക്കാനുള്ള ആ ഒരു പ്രാക്ടീസ് അവർ ഓട്ടോമാറ്റിക്കലി അവരതെല്ലാം ചെയ്തു വരും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഏകദേശം 1 അവർ കുട്ടികളെല്ലാവരും കൂടി, ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഒരു ഓറൽ പ്രാക്ടീസ് ഉണ്ട്. രാവിലെ ഒരു പാട്ട് പഠിക്കുന്നതും കഥകൾ പറയുന്നതും അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നതും. ശരിക്കും പല കാര്യങ്ങളും പാരൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, ടീച്ചർ ഇതൊക്കെ വന്ന് പറയാറുണ്ടോ എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. കാരണം കുട്ടികൾ എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അത് അവർക്ക് അതിൻ്റെ ഒരു വൊക്കാബുലറി വർദ്ധിക്കാനും അവർക്ക് പേടിയില്ലാതെ കാര്യങ്ങൾ സംസാരിക്കാനും അതുവഴി കഴിയും. പിന്നെ കുട്ടികൾ പല രീതിയിലുള്ള കുട്ടികളാണ്. വളരെ ശാന്ത സ്വഭാവമായിട്ടുള്ളവരും കുറച്ച് ആക്റ്റീവായിട്ട് ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. അപ്പോൾ അവരെയെല്ലാം കൈകാര്യം ചെയ്യുക ടീച്ചേഴ്സിൻ്റെ ആ ഒരു
ഒരു കഴിവ് തന്നെയാണെന്ന് ഞാൻ പറയും. പിന്നെ കുറച്ച് ബഹളമുള്ള ആൾക്കാരെ കുറച്ച് കൂടുതൽ സമയം അവരോടൊപ്പം ചിലവഴിക്കേണ്ടി വരും. അവരെ പുകഴ്ത്തി അവരെ നല്ല അങ്ങനെയൊക്കെ പറഞ്ഞാണ് ശരിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അവരോട് കൂടുതൽ സമയം ചിലവഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനെ ഏറ്റവും വലിയ അതാണ് ഏറ്റവും നല്ലത്. കാരണം കുട്ടികളുടെ അവരെ പുകഴ്ത്തുക, അവരെ പറ്റി നല്ലത് പറയുക, അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും അപ്പോൾ അവർ കുറച്ചുകൂടി ടീച്ചേഴ്സുമായിട്ട് കുറച്ചുകൂടി അടുത്ത് പോകുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് സാധാരണ. പിന്നെ പാരൻസിനോടും പറയും, പാരൻസ് വെറുതെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളത് എഗെയിൻസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. പട്ടത്താണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പട്ടത്ത് അത് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് പേട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ഏകദേശം 5 വർഷമായപ്പോഴാണ് കോവിഡ് വന്നത്. എന്നിട്ട് കോവിഡ് വന്നിട്ടും ഞാൻ കുറച്ച് നാളും അത് പിടിച്ച് നിന്നു. ആ ബിൽഡിംഗ് ഇട്ടിരുന്നു, അതും റെൻറ്റിനാണ്. അപ്പോൾ അത് ഏകദേശം ഹാഫ് റെൻറ്റ് കൊടുത്ത് ഏകദേശം ഒരു വർഷം വരെ ഞാനത് കൊണ്ടുപോയി. പക്ഷേ പിന്നെ നിവൃത്തിയില്ലാതെ വന്ന സമയത്താണ് അത് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ഥാപനം എല്ലാം മൊത്തത്തിൽ നമ്മളൊന്ന് അടഞ്ഞൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ ആ സമയം തന്നെ ഞാനും ബുദ്ധിമുട്ടി. ഇവിടെയും ഇതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ പലരും തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പാരൻസ് പലർക്കും ഓഫീസൊക്കെ ചെറുതായി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു 2-3 കുട്ടികളായിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഈ സ്ഥാപനം ഞാൻ ക്ലോസ് ചെയ്തിരുന്നില്ല. അപ്പോൾ 2-3 കുട്ടികളായിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെ പതുക്കെയാണ് പിന്നെയും തിരിച്ച് നമ്മൾ ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ എൻ്റെ സ്റ്റാഫിനെ എല്ലാം ഞാൻ വളരെയധികം അവരോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരും വേറൊരു അടുത്ത് പോകാതെ ഇതിനു വേണ്ടി മാത്രം നിൽക്കുകയും പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്താണ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണിത്. എൻ്റെ പേര് അർച്ചന എന്നാണ്. ഞാനൊരു 10 വർഷമായിട്ട് കൂൾ കിഡ്സിലുണ്ട്. എൻ്റെ കസിനാണ് സിന്ധു ടീച്ചർ. അപ്പോൾ ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ചേച്ചിയുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രത്തോളം വളർന്നത്. അപ്പോൾ നമുക്കാണെങ്കിലും ചേച്ചി എന്തെങ്കിലും വിഷമം പറഞ്ഞാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം അങ്ങനെയൊക്കെ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ കുട്ടികളെ നമ്മൾ മക്കളെ പോലെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു വീട് അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ കൂൾ കിഡ്സ് നമ്മൾ സ്വന്തം അങ്ങനെ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോഴുണ്ടാകുന്നത്. മറ്റുള്ള ഡേ കെയറിൽ നിന്ന് നമുക്ക് ഈ സ്ഥാപനം നോക്കുമ്പോൾ നമ്മൾ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ ചേച്ചിമാരാണെങ്കിലും ഭയങ്കര കെയർ ആയിട്ടാണ് കുട്ടികളെ നോക്കുന്നത്. ഒരു കംപ്ലൈൻറ്റും അങ്ങനെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ പേര് മിനി. ഞാനിവിടെ കൂൾ കിഡ്സിൻ്റെ ഭാഗമായിട്ട് 4 വർഷമാവുന്നു. ഞാനിവിടെ വന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് ഇവരെ നോക്കുന്നതും അവർക്ക് തിരിച്ചും എന്നോട് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അത്രയ്ക്കും ഒരു നല്ല സ്നേഹമായിട്ടാണ്. പിന്നെ ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് അവർ അത്രയ്ക്കും സപ്പോർട്ടീവാണ്. നമുക്ക് എന്തും സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണത്തോടെ പോകുന്ന ഒരു ടീച്ചേഴ്സിൻ്റെ അത്രയും ഇതാണ്. പിന്നെ മാഡം നമുക്ക് എന്തും പറയാം, നമ്മൾ കൂടെ നിൽക്കുന്നതാണ്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും പറഞ്ഞാൽ നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ് മാഡം. കുഞ്ഞുങ്ങളോടായാലും അവരെന്ത് വിഷമം ഉണ്ടെങ്കിലും പ്രത്യേകം ചോദിച്ചറിഞ്ഞ് അവരുടെ കാര്യങ്ങൾ ഓരോ കുട്ടികളെ വിളിച്ചിരുത്തി എന്നും അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്ന മാഡമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത് വളരെ ദൂരങ്ങളിൽ മാത്രമേ ഒരു ഡേ കെയർ വന്നാൽ ഒരു 2 കിലോമീറ്ററിനപ്പുറമാണ് ഒരു ഡേ കെയർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴതുമല്ല, 1 കിലോമീറ്ററിനകത്ത് തന്നെ ഏകദേശം 5-6 ഡേ കെയർസ് ഉള്ള അവസ്ഥയാണ്. എന്നിട്ടും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നതിന് ഞങ്ങൾക്കുണ്ടായിരുന്ന പാരൻസിൻ്റെ മൗത്ത് പബ്ലിസിറ്റി, കൂടാതെ എന്തുകൊണ്ട് ഞങ്ങളുടെ അവിടെ തന്നെ കുഞ്ഞുങ്ങളെ വിടുന്നു എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് CCTV ക്യാമറയുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. എപ്പോൾ വിളിച്ചാലും ടീച്ചേഴ്സ് ഫോണ് അറ്റൻഡ് ചെയ്യും, അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ പരമാവധി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും. അല്ലാതെ കൂടാതെ ഇവരെ പഠിപ്പിക്കുന്ന കാര്യമല്ല അന്നുള്ള കാര്യങ്ങൾ നമ്മൾ ടീച്ചേഴ്സിനെ അപ്പോൾ 3 സെക്ഷനാക്കി വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് തന്നെ ഇപ്പോൾ പ്രീ സ്കൂൾ ആയാലും LKG UKG അതിനെല്ലാം തന്നെ നമ്മൾ അന്നുള്ള കാര്യങ്ങൾ പാരൻസിനെ അറിയിക്കുകയും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്.
പിന്നെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ വെക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു പ്രീ സ്കൂൾ അസോസിയേഷൻ ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളതാണ് ഞാൻ. അപ്പോൾ അവിടെ തന്നെ ടീച്ചേഴ്സിൻ്റെ പലതരം ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതേ ആൾക്കാർ തന്നെ നമുക്ക് പറഞ്ഞു തരും. ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്, അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഓണേഴ്സ് മാത്രമാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ പല പ്രതിസന്ധികളും ഇങ്ങനെ പാരൻസ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെയുള്ളൊരു ആൻസർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രീ സ്കൂൾ അസോസിയേഷൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖല, എന്തിലാണ് നമുക്കൊരു പ്രയാസം വരുന്നത്, പാരൻസിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, പാരൻസിനോട് എങ്ങനെ സംസാരിക്കേണ്ടത്, നമ്മുടെ സ്റ്റാഫിനോട് എങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു അസോസിയേഷൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കൂടാതെ എനിക്ക് ഉണ്ടായ അറിവുകൾ ഞാൻ പകർന്നു കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന പാരൻസ് തന്നെ പലരിടത്തും പറഞ്ഞിട്ടുണ്ട് അവിടെ നന്നായിട്ട് നോക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കൂടുതലും കുട്ടികൾ വരാറ്. ശരിക്കും മൗത്ത് പബ്ലിസിറ്റി ഞങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പലരും പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഇപ്പോഴും അവർ ഓർക്കുന്നു എന്നുള്ളത്. ഇവിടുന്ന് തിരുവനന്തപുരം അറിയാമല്ലോ, പല സ്ഥലത്തുനിന്ന് വന്ന് താമസിക്കുന്ന ഒരു ഏരിയയാണ് പാലക്കാട്, കോഴിക്കോട് എന്നുള്ള ഒത്തിരി പാരൻസ് നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പോയിട്ടും ഇപ്പോഴും ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് പാരൻസ്. അത് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക അത്ര ഈസി അല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഒരു ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത സപ്പോർട്ടുണ്ട്, എന്നാൽ പോലും ഒറ്റയ്ക്കാണ് ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഒട്ടും ഈസി അല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഞാനിപ്പം എൻ്റെ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഇപ്പം ലേഡീസാണ് കൂടുതൽ. ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ ഒരാണ്, ബാക്കി എല്ലാവരും ഞങ്ങൾ ലേഡീസ് സ്റ്റാഫുകൾ തന്നെയാണ്. അപ്പോൾ ലേഡീസ് നമ്മൾ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഓരോ തൊഴിലിലും അവർ ആണുങ്ങളെക്കാൾ മുന്നിലാവാനോ അല്ലെങ്കിൽ അവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനോ അല്ല, നമ്മളും കുടുംബത്തിലൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഓരോ സ്ത്രീയും സ്വയം പര്യാപ്തമാവണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നൊരു ടീച്ചർ സ്വന്തമായൊരു സ്ഥാപനം തുടങ്ങി, ഒരു കിൻഡർ ഗാർഡൻ തന്നെ തുടങ്ങിയാണ് പോയത്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ചെയ്തിരുന്നു. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓരോ സ്ത്രീയും അവരുടേതായിട്ടുള്ള കഴിവ് പുറത്തെടുത്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ സ്വയം പര്യാപ്തമാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഹസ്ബൻഡും എനിക്ക് 2 ആൺകുട്ടികളുമാണുള്ളത്. ഹസ്ബൻഡ് ബിസിനസ്സാണ്. പുള്ളിക്കാരനാണ് എൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാം. എല്ലാ കാര്യത്തിനും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ ദുബായിലാണ് വർക്ക് ചെയ്യുകയാണ്, രണ്ടാമത്തെ ആൾ ബാംഗ്ലൂർ പഠിക്കുകയാണ്. ഒരു ഭാര്യ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും എനിക്ക് കൂടുതൽ സമയം എൻ്റെ വീട്ടിലും ചിലവഴിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മകൻ 10th ICSE 10th ആയപ്പം ഒത്തിരി പഠിക്കാനും ഉണ്ടായിരുന്നു. ആ സമയം എൻ്റെ ഫാമിലിയും കൂടെ കൂട്ടി കിൻഡർ ഗാർഡനോട് ചേർന്ന് തന്നെ ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. അവൻ്റെ കാര്യവും നോക്കി അവൻ്റെ പഠിത്തവും കഴിഞ്ഞതിന് ശേഷമാണ് പ്രശാന്ത് നഗറിലേക്ക് തിരികെ പോയത്. അവൻ്റെ പഠിത്തം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോയത്. മൂത്തയാൾ ഓൾറെഡി അപ്പോഴും തന്നെ പുറത്തു നിന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അവന് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും ശരിക്കും വീട്ടിൽ എനിക്ക് ഇവിടെ നിന്നിട്ട് പിന്നെ ഒരു ടൈം രാവിലെ വരിക, വൈകുന്നേരം വൈകി പോവുക, ഇതെല്ലാം ശരിക്കും ഇത് ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു യാത്ര. പക്ഷേ അതുമാത്രം എൻ്റെ ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ലായിരുന്നു ഞാൻ യാത്ര പോകുന്നതിനോട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോയാൽ മതി എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഫാമിലി പോകുന്നത് പോലല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഞാൻ യാത്രകൾ തുടങ്ങിയിട്ട്. പിന്നെ അത് ഞാൻ കൺവിൻസ് ചെയ്തെടുക്കുകയായിരുന്നു. കാരണം അത് ഇത്രയും ബിസി ഷെഡ്യൂൾ, ശരിക്കും ഈ കുട്ടികളുടെ ബഹളവും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് നമുക്കൊന്ന് റിലാക്സ് ആവണമെന്ന് തോന്നുമ്പോൾ വലിയ യാത്രകളൊന്നുമില്ല, എന്നാലും ഒരു 2-3 ദിവസം ഫ്രണ്ട്സുമായിട്ടൊരു യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ അത് മനസ്സിലാക്കിപ്പിച്ചെടുക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. എന്നാലും പുള്ളിക്കാരൻ ഇപ്പോൾ വലിയ കുഴപ്പമില്ല നിൽക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ബുദ്ധിമുട്ട് എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം സ്വയം പര്യാപ്തമായാലും
കുറച്ച് അവരും കൂടെ ഈ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് തന്നെയാണ്. കാരണം സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മീ ടൈം എന്ന് പറയും. അപ്പോൾ നമുക്കൊരു സ്വന്തം സമയം, കുറച്ചൊരു ടൈം നമുക്ക് കിട്ടിയാൽ അത് അവരെ കുറച്ചുകൂടി ബെറ്റർ പേഴ്സണാക്കി മാറ്റുകയേ ചെയ്യുള്ളൂ, അവരെ ഒരിക്കലും നശിപ്പിക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. യാത്ര എന്നെ വളരെയധികം ഒരു എനർജി കിട്ടിയ ഒരു കാര്യമാണ് യാത്രകൾ എന്ന് പറയുന്നത്. പിന്നെ വളരെയധികം ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആൾക്കാരുടെ അടുത്ത് പരിചയപ്പെടുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പല ആൾക്കാരുടെ പല ബുദ്ധിമുട്ടുകൾ, പിന്നെ പൊതുവേ യാത്ര പോകുന്നവർ കുറച്ചെങ്കിലും ജീവിതത്തിൽ വിജയിച്ചവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിലേ പറ്റുള്ളൂ. വീട്ടിൽ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കൊരു പറ്റിയ കാര്യമല്ല യാത്ര എന്ന് പറയുന്നത്, ശരിക്കും മനസ്സിലാവും. പിന്നെ ബുദ്ധിമുട്ടെല്ലാം പോകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാലും കുറേ ആൾക്കാരെങ്കിലും ഒരു നമുക്കൊരു 20 പേര് ചേരുന്ന ഒരു സംഘമായിട്ടാണ് ഞങ്ങളൊരു ലേഡീസ് ട്രിപ്പ് പോകാറ്. അപ്പോൾ അതിനകത്ത് ഏകദേശം 15 പേരെങ്കിലും എന്തെങ്കിലും സ്വന്തമായി ചെയ്ത് വിജയിച്ച ആൾക്കാരായിരിക്കും. അവരുടെ വിജയങ്ങൾ കേൾക്കുന്നത്, അവരുടെ കഥകൾ കേൾക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ കുറേയധികം ആൾക്കാരെ പരിചയപ്പെടാനും ഒരു വലിയൊരു സൗഹൃദം സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാത്ര കൊണ്ടുള്ള മേന്മ. പിന്നെ പല സ്ഥലത്തും നമുക്കിപ്പം തിരുവനന്തപുരം മാത്രം കറങ്ങിയിരുന്ന ഞാൻ കേരളത്തിനകത്ത് ഇന്ത്യയുടെ പല സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ അടുപ്പം വന്നത് ഈ ഒരു യാത്ര കൊണ്ട് തന്നെയാണ്. കൂടുതൽ സ്ത്രീകളും ഇപ്പോൾ സംരംഭ രംഗത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അത് വളരെയധികം പ്രോത്സാഹനം കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ത്രീകൾ മുന്നോട്ട് വരണം. സ്ത്രീകൾ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അത് പുരുഷനെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്കൊരു സപ്പോർട്ടോടുകൂടി അവരുടെ ഒപ്പം നിന്ന് സ്ത്രീകളും അവർക്കും കഴിവുണ്ട് എന്ന് തെളിയിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ മറ്റു പലരും കുറേയധികം ആൾക്കാർ എൻ്റെ അടുത്ത് കിൻഡർ ഗാർഡൻ തുടങ്ങുന്നത് എങ്ങനെയാണ്, ഇതിൽ വരുന്ന സ്ട്രഗിൾസ് എങ്ങനെയാണ്, പക്ഷെ ആരെന്നോട് ചോദിച്ചാലും ഞാനത് എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ 2-3 സ്ഥാപനം കൂടി തുടങ്ങാനുള്ള ചർച്ചയിലാണ്. പിന്നെ ഇത് മാത്രമല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, ഹെൽപ്പ് ചെയ്യാത്തവരുമുണ്ട്. പക്ഷേ ഞാൻ സ്ത്രീ എന്ന രീതിയിൽ ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നിങ്ങളും പരസ്പരം സഹായിക്കുക, ഓരോരുത്തരും മുന്നോട്ട് വരട്ടെ. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ കിൻഡർ ഗാർഡൻസ് ഒരു 2-3 എണ്ണം കൂടി ഇങ്ങനെ ചർച്ചയിലിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തന്നെ പല ഭാഗത്ത്. ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ളതല്ല, ഒരു 1-2 പേരുമായിട്ട് ചേർന്നിട്ടാണ് അതിനൊരു ആലോചന ഇട്ടിരിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് ഇനി എല്ലായിടത്തും ഓടുക എന്നുള്ളതൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. 5 വർഷം മുമ്പേ ഉള്ള ഇതല്ലല്ലോ, പിന്നെയും ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 ആൾക്കാരുമായിട്ട് ചേർന്ന് തുടങ്ങാനുള്ള ആലോചനയിലാണ്, അത് നടക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അതും മനസ്സിലുണ്ട്. ഇതൊക്കെ പെൻഡിങ്ങിലുള്ള കാര്യങ്ങളാണ്. കിൻഡർ ഗാർഡൻ താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.